എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 ജൂണിൽ നടന്ന കേറ്ററ്റ് കാറ്റഗറി 3 പാർട്ട് 1 സൈക്കോളജിയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങൾ ഇതുവരെ ഉസ്താദ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ഉടനടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആറാമത്തെ ചോദ്യം, ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ് എസ്പെഷ്യലി ഓഫ് അഡോളസൻസ് ആൻഡ് മോസ്റ്റ് ഓഫൺ എ മേജർ കോൺട്രിബ്യൂട്ടർ ടു ദ ഇനീഷ്യേഷൻ ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് ഈസ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളുടെ സ്വാധീനം, എസ്പെഷ്യലി ഓഫ് അഡോളസൻസ്, വിശേഷിച്ചും കൗമാരക്കാരുടെ, and most often a major contributor to the initiation of substance abuse, മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം തുടങ്ങുവാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളുടെ സ്വാധീനത്തെ എന്താണ് പറയുക? എ പിയർ പ്രഷർ, ബി ഗ്രൂപ്പ് പ്രഷർ, സി കൊഹിഷൻ, ഡി ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്. എ ആണ് ഉത്തരം, പിയർ പ്രഷർ. പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ എന്ന സുഹൃത്ത് വലയത്തിന്റെ സമ്മർദ്ദമാണ് ഈ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ഗാഗ്നേഴ്സ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ ദി കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്? ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിന്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനെ ഫോക്കസ് ചെയ്യാത്തത്? അക്കോർഡിംഗ് ടു ഗാഗ്നേഴ്സ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിന്റെ അടിസ്ഥാനത്തിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോക്കസ് ഓൺ ദി കോഗ്നിറ്റീവ് ആസ്പെക്ട്സ്? കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനെ ഫോക്കസ് ചെയ്യാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? പ്രോബ്ലം സോൾവിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്, സിഗ്നൽ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്. സി ആണ് ഉത്തരം, സിഗ്നൽ ലേണിംഗ്. സിഗ്നൽ ലേണിംഗ് കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്നും അതിന്റെ പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാം. ഗാഗ്നെ തയ്യാറാക്കിയ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ് ഇത്. ക്രമീകൃത പഠന ശ്രേണി. ഇതിൽ 8 കാര്യങ്ങളാണ് ഉള്ളത്. 8 തരത്തിലുള്ള പഠനങ്ങളാണ് ഇവ. ഇവയെ അതിന്റെ സങ്കീർണതക്കനുസരിച്ചുകൊണ്ട് അദ്ദേഹം ക്രമീകരിച്ചതാണ്. ആദ്യം സിഗ്നൽ ലേണിംഗ്. ഇതിൽ ഏറ്റവും സങ്കീർണത കുറഞ്ഞത് സിഗ്നൽ ലേണിംഗ് ആണ്. പ്രോബ്ലം സോൾവിംഗ് ആണ് ഏറ്റവും സങ്കീർണമായ കാര്യം. ഏറ്റവും സങ്കീർണമായ പഠന രീതിയാണ് പ്രോബ്ലം സോൾവിംഗ്. നമുക്കത് പരിശോധിക്കാം. ആദ്യമായി സിഗ്നൽ ലേണിംഗ്, മലയാളത്തിൽ സംജ്ഞാ പഠനം എന്ന് പറയും. സിഗ്നൽ ലേണിംഗ്. 2 സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചോദക പ്രതികരണ പഠനം. 3ാമത്തത് ചെയിനിങ്, ശൃംഖലനം. മലയാളവും ഇംഗ്ലീഷും ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. പരീക്ഷയിൽ 2 തരത്തിലുള്ള വാക്കുകളും വരാറുണ്ടല്ലോ. ചെയിനിങ്, ശൃംഖലനം. 4ാമത്തത് വെർബൽ അസോസിയേഷൻ, ഭാഷാപര ബന്ധം. 5 മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ബഹുമുഖ വിവേചനം. 6 ആശയ പഠനം അഥവാ കൺസെപ്റ്റ് ലേണിംഗ് അഥവാ ആശയ പഠനം. 7 പ്രിൻസിപ്പിൾ ലേണിംഗ്, തത്വ പഠനം. 8 പ്രോബ്ലം സോൾവിംഗ്, പ്രശ്ന നിർദ്ധാരണം. ഇതിന്റെ സങ്കീർണതക്ക് അനുസൃതമായിക്കൊണ്ട് അദ്ദേഹം ക്രമീകരിച്ചതാണ്. ഈ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ പെട്ടവയെ അദ്ദേഹം 2 വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ബിഹേവിയറൽ ആസ്പെക്റ്റുകളെ ഫോക്കസ് ചെയ്യുന്നവ, കോഗ്നിറ്റീവ് ആസ്പെക്റ്റുകളെ ഫോക്കസ് ചെയ്യുന്നവ. ഇങ്ങനെ 2 വിഭാഗമായിട്ട് അദ്ദേഹം വേർതിരിച്ചു. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ ഇവയൊക്കെ ബിഹേവിയറൽ ആസ്പെക്റ്റുകളെ ഫോക്കസ് ചെയ്യുന്നവയാണ്. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് ഇവയൊക്കെ കോഗ്നിറ്റീവ് ആസ്പെക്റ്റുകളെ ഫോക്കസ് ചെയ്യുന്നവയാണ്. അപ്പൊ ഏതെല്ലാമാണ് ഓരോന്നിൽ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അതാണല്ലോ ഇപ്പോൾ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. സിഗ്നൽ ലേണിംഗ് എന്നത് ബിഹേവിയറൽ ആസ്പെക്റ്റിൽ പെട്ടതാണ്, അത് കോഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ പെട്ടതല്ല എന്ന് ഇവിടെ പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം സിഗ്നൽ ലേണിംഗ് അഥവാ സംജ്ഞാ പഠനം. ഇത് നമുക്ക് പരിചിതമായ രീതിയാണ്. പാവ്ലോവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, പൗരാണികാനുബന്ധന പഠനം. ആ രീതിയിൽ പഠിക്കുന്നതാണ് സിഗ്നൽ ലേണിംഗ്. ആ രീതിയിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ജലത്തോടും തീയോടുമൊക്കെയുള്ള ഭയം കുട്ടികളിൽ ഉണ്ടായി വരുന്നു. ഈ രീതിയിലുള്ള പഠനത്തെയാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. ഇത് കുട്ടി മനഃപൂർവ്വം പഠിച്ചെടുക്കുന്നതല്ല, കുട്ടിയിൽ താനേ ഉണ്ടായി വരുന്ന ഒരു പഠനമാണ്. അതാണ് സിഗ്നൽ ലേണിംഗിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തത് ചോദക പ്രതികരണ പഠനം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. ഇത് ട്രയൽ ആൻഡ് എറർ രീതിയിലുള്ള പഠനമാണ്. നേരത്തെ സ്കിന്നറെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. സ്കിന്നർ പറഞ്ഞ ഓപ്പറന്റ് കണ്ടീഷനിങ് രീതിയിലുള്ള പഠനമുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് രീതിയേക്കാൾ അല്പം കൂടി സങ്കീർണമായ രീതിയാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്. മൂന്നാമത്തതാണ് ശൃംഖലനം അഥവാ ചെയിനിങ്. അഥവാ നേരത്തെ പഠിച്ച രണ്ടിലേറെയോ ചോദക പ്രതികരണ ബന്ധങ്ങൾ അഥവാ സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങൾ ക്രമത്തിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പഠനമാണ് ശൃംഖലനം. ശൃംഖലനം വഴി സ്വായത്തമാക്കുന്ന ഒരുപാട് നൈപുണികളുണ്ട്. അത് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ തന്നെ നിരവധി നൈപുണികൾ അങ്ങനെ ശൃംഖലാ പഠനം വഴിയാണ് കുട്ടി സ്വായത്തമാക്കാനുള്ളത്. ഉദാഹരണമായിട്ട് എഴുതുക, ബട്ടണിടുക, അതേപോലെ പിയാനോ വായിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശൃംഖലനം വഴിയാണ്. അതിൽ ഒരുപാട് രണ്ടിലേറെയോ ചോദക പ്രതികരണ ബന്ധങ്ങൾ ഉണ്ടായിരിക്കും. ഈ രീതിയിലുള്ള പഠനത്തെയാണ് ശൃംഖലനം എന്ന് പറയുന്നത്. നാലാമതായിട്ട് വെർബൽ അസോസിയേഷൻ, ഭാഷാപര സംയോജനം. നേരത്തെ നമ്മൾ ചെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, ശൃംഖലനത്തെ കുറിച്ച്. ഒരു തരം ശൃംഖലനം തന്നെയാണ് വെർബൽ അസോസിയേഷൻ. ഭാഷാപരമായ സ്കില്ലുകൾ വളർത്തിയെടുക്കുവാൻ വെർബൽ അസോസിയേഷൻ കുട്ടിയെ ഏറെ സഹായിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവ ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ് എന്നാണ്. അഥവാ സിഗ്നൽ ലേണിംഗ് ഒരു കുട്ടിക്ക് കഴിയുമെങ്കിൽ മാത്രമേ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കുട്ടിക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ കുട്ടിക്ക് പഠിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യം സിഗ്നൽ ലേണിംഗ് കുട്ടിക്ക് കഴിയണം. സിഗ്നൽ ലേണിംഗ് കഴിയുമെങ്കിലേ കുട്ടിക്ക് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കഴിയുകയുള്ളൂ. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കുട്ടിക്ക് സാധ്യമായാൽ മാത്രമേ കുട്ടിക്ക് ചെയിനിങ് സാധ്യമാവുകയുള്ളൂ. ചെയിനിങ് സാധ്യമായാൽ മാത്രമേ കുട്ടിക്ക് വെർബൽ അസോസിയേഷൻ സാധ്യമാവുകയുള്ളൂ. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് അതിന് ശേഷമുള്ളതിന്റെ പ്രീ റിക്വിസിറ്റ് ആണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ വെർബൽ അസോസിയേഷൻ നടത്തണമെങ്കിൽ കുട്ടി അതിന് മുമ്പുള്ള ചെയിനിങ് നടത്താൻ കുട്ടിക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് ഇവ പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ പരസ്പരം ആവശ്യമുള്ളവയാണ്. ഓരോന്നിന്റെയും പ്രീ റിക്വിസിറ്റ് ആണ് അതിന് മുമ്പുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. ഗാഗ്നെയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ വാചിക അനുബന്ധ പഠനം സാധ്യമാകുവാൻ ആവശ്യമായ പൂർവാചിത ശേഷി ഏതാണ്? According to Gagne, which type of learning is the prerequisite for verbal association learning? അപ്പോൾ വെർബൽ അസോസിയേഷൻ അഥവാ വാചിക അനുബന്ധ പഠനം അത് നടക്കണമെങ്കിൽ അതിന് മുമ്പ് കുട്ടിക്ക് എന്താണ് ഉണ്ടാവേണ്ടത്, കുട്ടിക്ക് ഉണ്ടാവേണ്ട കഴിവ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വെർബൽ അസോസിയേഷൻ എന്നതിന് ഇവിടെ മലയാളം നമ്മൾ നേരത്തെ പറഞ്ഞ മലയാളമല്ല പറഞ്ഞിരിക്കുന്നത്, വാചിക അനുബന്ധ പഠനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് കൃത്യമായിട്ട് പഠിക്കുക. മലയാളം അല്പസ്വല്പം മാറ്റങ്ങളോട് കൂടിയിട്ടാണ് വരാറുള്ളത് എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. അപ്പോൾ ഏതായാലും വെർബൽ അസോസിയേഷൻ കുട്ടിക്ക് സാധിക്കണമെങ്കിൽ അതിന് മുമ്പ് കുട്ടിക്ക് എന്ത് കഴിയണം, കുട്ടി എന്ത് ശേഷി നേടിയിരിക്കണം എന്നതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഓരോന്നും അതിൻ്റെ ക്രമത്തിൽ ഇങ്ങനെ നേടിപ്പോരുകയാണ് ചെയ്യേണ്ടത്. അഥവാ
ഇവിടെ ചെയിൻ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്. ഇതിൽ പ്രിൻസിപ്പിൾ ലേണിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, ഡിസ്ക്രിമിനേഷൻ ലേണിങ്ങിനെ പറഞ്ഞിട്ടില്ല, കൺസെപ്റ്റ് ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ ഹൈറാർക്കിയിൽ ആദ്യം പറയുന്ന ഓരോന്നും അത് നേടിയാൽ മാത്രമേ അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. അഥവാ ആ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെയുള്ളത് സിഗ്നൽ ലേണിംഗ് ആണ്. ആ സിഗ്നൽ ലേണിംഗ് നേടിയാൽ മാത്രമേ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് കുട്ടിക്ക് കഴിയുമെങ്കിൽ മാത്രമേ ശൃംഖലനം കുട്ടിക്ക് സാധിക്കുകയുള്ളൂ, അഥവാ ചെയിനിങ് കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. ചെയിനിങ് സാധിച്ചാൽ മാത്രമേ കുട്ടിക്ക് വെർബൽ അസോസിയേഷൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെർബൽ അസോസിയേഷൻ രീതിയിലുള്ള ലേണിംഗ് കുട്ടിക്ക് സാധിക്കണമെങ്കിൽ അതിൻ്റെ പ്രീ റിക്വിസിറ്റ്, അഥവാ അതിന് മുമ്പ് വെർബൽ അസോസിയേഷൻ കുട്ടി കഴിയുന്നതിന് മുമ്പ് കുട്ടിക്ക് എന്ത് കഴിവുണ്ടായിരിക്കണം? അഥവാ വെർബൽ അസോസിയേഷന് മുമ്പ് നമ്മൾ ഏതാണ് പറഞ്ഞത്? ചെയിനിങ് ആണ്. അപ്പൊ ചെയിനിങ് കുട്ടിക്ക് സാധിക്കണം. അതാണ് എ ആണ് ശരിയായ ഉത്തരം. ശൃംഖലനാ പഠനം, ചെയിൻ ലേണിംഗ്. എ ആണ് ശരിയായ ഉത്തരം. അഞ്ചാമത്തത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ്, ബഹുമുഖ വിവേചനം. അഥവാ ചില കാര്യങ്ങളിൽ പരസ്പരം സാമ്യതയുള്ള കുറെ വസ്തുക്കളെ അവ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് കുട്ടി നേടിയെടുക്കുന്നതാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. ചില ആകൃതികളും ചില നിറങ്ങളുമൊക്കെ കുട്ടി പരസ്പരം വേർതിരിച്ചു മനസ്സിലാക്കുന്നത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ വഴിയാണ്. ആറാമത്തത് കൺസെപ്റ്റ് ലേണിംഗ്, ആശയ പഠനം. അഥവാ പരസ്പരം ബന്ധമുള്ളവയെ ഒന്നായിട്ട് മനസ്സിലാക്കുവാനുള്ള ഒരു ശേഷി കുട്ടി നേടിയെടുക്കുന്നു. അതാണ് ആശയ പഠനം. അഥവാ വ്യത്യസ്ത വലുപ്പങ്ങളിലുള്ള ഒരു സമചതുര കട്ടകൾ, അവയെ ആദ്യം കുട്ടിക്ക് അത് വ്യത്യസ്ത വസ്തുക്കൾ നിർമ്മിച്ചതാണെങ്കിൽ, വ്യത്യസ്ത വലുപ്പത്തിലുള്ളവയാണെങ്കിൽ ഇതെല്ലാം ഒരേ ഗണത്തിലുള്ളവയാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാവുകയില്ല. ഇതെല്ലാം സമചതുര കട്ടകളാണ് എന്ന കാര്യം കുട്ടിക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ പിന്നീട് കുട്ടിക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാകുന്നു. ഇവ വ്യത്യസ്ത വസ്തുക്കളാൽ ഉണ്ടാക്കിയതാണെങ്കിലും ശരി, വ്യത്യസ്ത വലുപ്പത്തിലുള്ളതാണെങ്കിലും ശരി, ഇവയെല്ലാം സമചതുര കട്ടകളാണ്, ഇവയെല്ലാം ഒരേ ഗണത്തിൽപ്പെട്ടവയാണ് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അതിനെയാണ് കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒട്ടുമിക്ക ആശയങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഗാഗ്നയുടെ പഠന ശ്രേണി പ്രകാരം ആശയ രൂപീകരണ ഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള ഏത് കഴിവ് സംജാതമാവാത്തതാണ് ഇതിന് കാരണം? A child in 4th standard could not able to understand any of the concepts explained in the class. The reason may be underachievement of a particular stage in Gagner's hierarchy of learning. What is the name of that stage which comes immediately below the concept learning? അതായത് നമ്മൾ നേരത്തെ വന്ന അതേ ചോദ്യം, നേരത്തെ നമ്മൾ ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം മനസ്സിലാക്കിയല്ലോ, അതേ ചോദ്യം തന്നെയാണ് ഇതും. അതായത് ഇവിടെ ഇപ്പോ കൺസെപ്റ്റ് ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. കുട്ടിക്ക് കൺസെപ്റ്റ് ലേണിംഗ് നേടണമെങ്കിൽ കുട്ടിക്ക് എന്താണ് പ്രീ റിക്വിസിറ്റ് ആയിട്ട് വേണ്ടത്? അതിനു മുമ്പ് കുട്ടി എന്താ പഠിച്ചിരിക്കേണ്ടത്? കുട്ടിക്ക് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ സാധിക്കണം. അപ്പോൾ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ സാധിക്കാത്തത് കൊണ്ടാണ് കുട്ടിക്ക് കൺസെപ്റ്റ് ലേണിംഗ് സാധിക്കാത്തത്. അപ്പൊ ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യം അത് കൃത്യമായി കാണാതെ പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്നതാണ്. ആ ഹൈറാർക്കി താഴെ മുതൽ മേലോട്ട് നമ്മൾ മനഃപ്പാഠമാക്കുക. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, ഇത് നമ്മൾ പറയാൻ പോകുന്ന പ്രിൻസിപ്പിൾ ലേണിംഗ്, പിന്നെ പ്രോബ്ലം സോൾവിങ്. അത് ആ ക്രമത്തിൽ നമ്മൾ മനഃപ്പാഠമാക്കുക എന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം എഴുതാനുള്ള ഏക വഴി. 7ാമത്തേത് പ്രിൻസിപ്പിൾ ലേണിംഗ് ആണ്, തത്വപഠനം. തത്വം എന്ന് പറഞ്ഞാൽ 2ഓ അതിലധികമോ ആശയങ്ങളുടെ അർത്ഥപൂർണമായ ശൃംഖലയാണ്. അതാണ് തത്വം. ഒരു കുട്ടി ഒരു തത്വം പഠിച്ചോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? കുട്ടിക്ക് ആ തത്വം
ഒരു സന്ദർഭത്തിൽ, ഒരു പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചാൽ കുട്ടി ആ തത്വം പഠിച്ചോ എന്ന് നമുക്ക് വിലയിരുത്താം. അപ്പൊ ഏഴാമത്തതാണ് പ്രിൻസിപ്പിൾ ലേണിംഗ്. പ്രിൻസിപ്പിൾ ലേണിംഗ് കുട്ടിക്ക് സാധിക്കണമെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ കൺസെപ്റ്റ് ലേണിംഗ് കുട്ടിക്ക് സാധിക്കേണ്ടതുണ്ട്. എട്ടാമത്തേത് പ്രോബ്ലം സോൾവിംഗ് അഥവാ പ്രശ്ന നിർദ്ധാരണം. പ്രശ്ന നിർദ്ധാരണം എന്നാൽ നേരത്തെ പഠിച്ച കുറെ തത്വങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പുതിയ സങ്കീർണ തത്വങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു പുതിയ പ്രശ്ന സന്ദർഭത്തിൽ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അവയെ പ്രയോഗിക്കുക. ആ പ്രക്രിയയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുക. അതിൽ ചിന്തനം എന്നത് ചിന്ത അല്ലെങ്കിൽ ചിന്തനം അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് പ്രോബ്ലം സോൾവിംഗ്. ഈ പ്രോബ്ലം സോൾവിംഗ് നടക്കണമെങ്കിൽ കുട്ടിക്ക് തത്വങ്ങൾ അറിയണം. നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ പ്രീ റിക്വിസിറ്റ് ആണ് അത്. കുട്ടിക്ക് പ്രിൻസിപ്പിൾ ലേണിംഗ് സാധിച്ചാൽ മാത്രമേ പ്രോബ്ലം സോൾവിംഗ് കുട്ടിക്ക് കഴിയുകയുള്ളൂ. ഗാഗ്നയുടെ അഭിപ്രായത്തിൽ പഠന പ്രക്രിയയിലെ ഏറ്റവും സങ്കീർണമായ അല്ലെങ്കിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള പഠനമാണ് പ്രശ്ന നിർദ്ധാരണം അഥവാ പ്രോബ്ലം സോൾവിംഗ്. ഒരു ചോദ്യം കൂടി നമുക്ക് പരിശോധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി ഇൻ ഗാഗ്നസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? ഒരു കാറ്റഗറി 3 പരീക്ഷയിൽ വന്ന ചോദ്യമാണ്. ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ ഉൾപ്പെടാത്ത ഒരു കാറ്റഗറി ഏതാണ്? ചെയിനിങ്, കൺസെപ്റ്റ് ലേണിംഗ്, സിംബോളിക് അസോസിയേഷൻ, പ്രോബ്ലം സോൾവിംഗ്. ചെയിനിങ് ഉണ്ട് അഥവാ ശൃംഖലനം ഉണ്ട്, കൺസെപ്റ്റ് ലേണിംഗ് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, സിംബോളിക് അസോസിയേഷൻ ആണ് ഇല്ലാത്തത്. അദ്ദേഹത്തിന്റെ ഈ ഹൈറാർക്കിയിൽ ഉള്ളത് വെർബൽ അസോസിയേഷൻ ആണ്, സിംബോളിക് അസോസിയേഷൻ അല്ല. അതുകൊണ്ട് സി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇത്രയും നമ്മൾ പറഞ്ഞു. ഈ ഹൈറാർക്കി, ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ നമ്മൾ എന്ത് പഠിക്കണം, കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് പഠിക്കണം എന്ന് നമ്മൾ ഈ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഹൈറാർക്കി മനഃപ്പാഠമാക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നിനു ശേഷം അടുത്തത് എന്താണ്, ഒന്നിനു മുമ്പുള്ളത് എന്താണ്, ഇങ്ങനെ അത് ആ ക്രമത്തിൽ മനഃപ്പാഠമാക്കുക. ആ ചോദ്യമായ ഈ പരീക്ഷയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് മനഃപ്പാഠമാക്കുക, ആ ഹൈറാർക്കി മനഃപ്പാഠമാക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. എട്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലേണർ സെന്റേർഡ് ടീച്ചിങ് സ്ട്രാറ്റജി? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃതമല്ലാത്ത ടീച്ചിങ് സ്ട്രാറ്റജി? വിദ്യാർത്ഥിക്ക് പ്രാധാന്യം കൊടുക്കാത്ത പഠിപ്പിക്കൽ രീതി താഴെ പറയുന്നതിൽ ഏതാണ്? എ, കോപ്പറേറ്റീവ് ലേണിംഗ്, ബി, ബ്രെയിൻ സ്റ്റോമിംഗ്, സി, ഡിസ്കഷൻ, ഡി, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഡി ആണ് ഉത്തരം, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. അതല്ലാത്ത ബാക്കിയുള്ളതെല്ലാം തന്നെ ലേണർ സെന്റേർഡ് ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. അവയിലൊക്കെ വിദ്യാർത്ഥിക്കാണ് പ്രാധാന്യമുള്ളത്. കോപ്പറേറ്റീവ് ലേണിംഗിലും ബ്രെയിൻ സ്റ്റോമിങ്ങിലും ഡിസ്കഷനിലുമൊക്കെ വിദ്യാർത്ഥിക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരിക്കും. എന്നാൽ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷനിൽ വിദ്യാർത്ഥിക്ക് അത്ര പ്രാധാന്യം ഉണ്ടാവുകയില്ല. വിദ്യാർത്ഥിയുടെ പങ്കാളിത്തം കുറവായിരിക്കും. ഡി ആണ് ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, ലെവിൻസ് ഫീൽഡ് തിയറി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ദി ഫോർമുല. ലെവിൻസ് ഫീൽഡ് തിയറി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബൈ ദി ഫോർമുല. കർട്ട് ലെവിന്റെ ഫീൽഡ് തിയറിയെ നമുക്ക് താഴെയുള്ള ഏത് ഫോർമുല വഴി സൂചിപ്പിക്കാം? ബി ആണ് ഉത്തരം. ബി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി ഇ. ബി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പി ഇ. ബി ആണ് ഉത്തരം. ഇനി നമുക്ക് ഈ ഫോർമുലയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നോക്കാം. ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഹേവിയർ ആണ് അഥവാ വ്യവഹാരം. എഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫങ്ഷൻ. പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സൺ അഥവാ വ്യക്തി. ഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ സൈക്കോളജിക്കൽ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ, സമഗ്രമായ മനഃശാസ്ത്രപരമായ പരിസ്ഥിതി സാഹചര്യം. അതാണ് ഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ സൈക്കോളജിക്കൽ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ. ഒരുപക്ഷെ അങ്ങനെയും ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഇവയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്, അഥവാ ഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പൊ
അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ബി എന്നത് ബിഹേവിയർ ആണ്, എഫ് എന്നത് ഫംഗ്ഷൻ, പി പേഴ്സൺ, ഇ എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ സൈക്കോളജിക്കൽ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ. 10ാമത്തെ ചോദ്യം, വിച്ച് among the following is the least effective factor in learning? Which among the following is the least effective factor in learning? താഴെ പറയുന്ന ഓപ്ഷനുകളുടെ കൂട്ടത്തിൽ പഠനത്തെ ഏറ്റവും ചെറിയ തോതിൽ മാത്രം സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? താഴെ പറയുന്ന ഓപ്ഷനുകളുടെ കൂട്ടത്തിൽ പഠനത്തെ ഏറ്റവും ചെറിയ തോതിൽ മാത്രം അഫക്റ്റ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ആ പറയുന്നവയുടെ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് മാത്രം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ് എന്നാണ് ചോദ്യം. മോട്ടിവേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ്, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ്. ബി ആണ് ഉത്തരം, സോഷ്യൽ സ്റ്റാറ്റസ്. മോട്ടിവേഷൻ, ഇന്റലിജൻസ്, ഇൻട്രസ്റ്റ് ഇവക്കൊക്കെ പഠനത്തിൽ വലിയ സ്വാധീനമുണ്ട്. എന്നാൽ അത്ര സ്വാധീനം സോഷ്യൽ സ്റ്റാറ്റസിന് ഇല്ല. ബി ആണ് ഉത്തരം. 11ാമത്തെ ചോദ്യം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF വാസ് ഫ്രെയിംഡ് ഇൻ. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയത് ഏത് കൊല്ലമാണ് എന്നാ ചോദ്യം. 2004, 2005, 2003, 2009. ബി ആണ് ഉത്തരം, 2005. 2005 നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ബി ആണ് ഉത്തരം. 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രാറ്റജി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? താഴെ പറയുന്നവയിൽ ഏത് സ്ട്രാറ്റജിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? എ മൾട്ടി സെൻസറി ടീച്ചിങ്, ബി പിയർ ട്യൂട്ടറിംഗ്, സി കോപ്പറേറ്റീവ് ലേണിംഗ്, ഡി ഓൾ ദി എബവ്. ഡി ആണ് ഉത്തരം, ഓൾ ദി എബവ്. മുകളിലുള്ളതെല്ലാം തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് അനുയോജ്യമായ സ്ട്രാറ്റജികളാണ്. മൾട്ടി സെൻസറി ടീച്ചിങ്, പിയർ ട്യൂട്ടറിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് ഇവയൊക്കെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് പറ്റിയ സ്ട്രാറ്റജികൾ തന്നെയാണ്. 13ാമത്തെ ചോദ്യം, ലേണിംഗ് തിയറി ദാറ്റ് ഫോക്കസസ് ഓൺ റീഇൻഫോഴ്സ്മെന്റ് ഈസ്. റീഇൻഫോഴ്സ്മെന്റിനെ അഥവാ പ്രബലനത്തെ ഫോക്കസ് ചെയ്യുന്ന ലേണിംഗ് തിയറി ഏതാണ്? പ്രബലനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ലേണിംഗ് തിയറി ഏതാണ്? എ സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ്, ബി തോണ്ടേക്സ് ട്രയൽ ആൻഡ് എറർ, സി പാവ്ലോസ് കണ്ടീഷനിങ്, ഡി ജസ്റ്റാൾട്ട് തിയറി. എ ആണ് ഉത്തരം, സ്കിന്നേഴ്സ് ഓപ്പറന്റ് കണ്ടീഷനിങ്. സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയാണ് റീഇൻഫോഴ്സ്മെന്റിന് അഥവാ പ്രബലനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. എ ആണ് ഉത്തരം. 14. The addictive use of legal and illegal substances by adolescents is called. The addictive use of legal and illegal substances by adolescents is called. നിയമവിധേയമോ അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളെ അഡിക്റ്റായി പോകുന്ന വിധത്തിൽ കൗമാരക്കാർ ഉപയോഗിക്കുന്നതിനെ എന്താണ് പറയുക? ഡെലിക്വൻസി, സൈക്കോസിസ്, ന്യൂറോസിസ്, സബ്സ്റ്റൻസ് അബ്യൂസ്. ഡി ആണ് ഉത്തരം, സബ്സ്റ്റൻസ് അബ്യൂസ് എന്നാണ് പറയുക. അത് നിയമവിധേയമായ ലഹരി വസ്തുക്കളായിരുന്നാലും നിയമവിധേയമല്ലാത്ത വസ്തുക്കളായിരുന്നാലും ശരി, അതിനെ അഡിക്റ്റായി പോകുന്ന രൂപത്തിൽ ഒരു കൗമാരക്കാരൻ ഉപയോഗിക്കുന്നതിനെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്നാണ് പറയുക. ഡി ആണ് ഉത്തരം. 15ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ, the psychosocial development stage of adolescent is related to. According to Erik Erikson, the psychosocial development stage of adolescent is related to. എറിക് എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റ് നമുക്കറിയാവുന്നതാണല്ലോ. അതിൽ അഡോളസെന്റ് സ്റ്റേജുമായിട്ട് അഥവാ കൗമാരപ്രായവുമായി ബന്ധപ്പെട്ട സ്റ്റേജ് ഏതാണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി,
ഈഗോ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. സി ആണ് ഉത്തരം, ഈഗോ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അതാണ് അഡോളസന്റുമായി അഥവാ കൗമാരപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറിയിലെ സ്റ്റേജ്. സി ആണ് ഉത്തരം.